പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ രണ്ട് കൊച്ചുങ്ങളെ കാണാതായിട്ടുണ്ടായിരുന്നല്ലോ, രണ്ട് പെൺകുട്ടികളെ. അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. അതായത് ഇപ്പോഴത്തെ മക്കളെ പോക്കൊക്കെ എങ്ങോട്ടാണെന്ന് പോലും നമുക്കറിയത്തില്ല. പേരൻസിന്, അതായത് അച്ഛനും അമ്മയ്ക്കും മക്കളെ അടിക്കാനോ അല്ലെങ്കിൽ വഴക്ക് പറയാനോ അവർ ചെയ്യുന്ന തെറ്റുകൾ ചൂണ്ടിക്കാണിച്ച് അവർ എന്താ പറയുക, ഒന്നിനും അവകാശമില്ലാത്ത രീതിയിലാണ് ആ കുട്ടിയുടെ സംസാരത്തിൽ നിന്ന് എനിക്ക് തോന്നിയത്. ഞാൻ വാർത്തയിൽ കണ്ടതാണ് ആ കുട്ടി സംസാരിക്കുന്നത്. ഒരു 10 മാസം ഒരമ്മ ഗർഭിണിയാകുമ്പോൾ ആഗ്രഹിച്ച് 10 മാസം എന്തെല്ലാം അസ്വസ്ഥതകൾ സഹിച്ചാണ് ഒരു കുട്ടീനെ പ്രസവിക്കുന്നത് അല്ലേ? ഒരായുസ് മൊത്തവും കിടന്ന് കഷ്ടപ്പെട്ടാണ് ഒരച്ഛൻ ആ മക്കളെ വളർത്തുന്നത് അല്ലേ? ഇവരെ വിദ്യാഭ്യാസം, ഇവരെ ഡ്രസ്സ്, കാര്യങ്ങളെല്ലാം ഒരച്ഛൻ്റെ അമ്മയുടെയും ആഗ്രഹങ്ങളും കാര്യങ്ങളും അവർ മാറ്റി വെച്ചിട്ടാണ് ഇവർക്ക് വേണ്ടി ജീവിക്കുന്നത്. ഇപ്പം എല്ലാവരും പണക്കാരോ അല്ലെങ്കിൽ പണത്തിൽ കിടന്നുറങ്ങുന്നവരോ ഒന്നുമല്ല അല്ലേ? ഇപ്പം ഞാനൊക്കെ എന്ന് പറഞ്ഞാൽ സാധാരണപ്പെട്ട ഒരാളാണ് കേട്ടോ. എനിക്ക് 2 മക്കളുണ്ട്. പക്ഷെ എൻ്റെ മക്കളെ എല്ലാ ആഗ്രഹങ്ങളും എനിക്ക് സാധിച്ചു കൊടുക്കാൻ പറ്റത്തില്ല. അതനുസരിച്ച് തന്നെയാണ് നമ്മളെ മക്കൾ മുമ്പോട്ട് എന്താ പറയുക ജീവിക്കേണ്ടത്. എൻ്റെ അച്ഛനെ കൊണ്ട് ഇത്രയൊക്കെ വരുമാനമേ ഉള്ളൂ, എൻ്റെ അച്ഛനെ കൊണ്ട് ഇന്ന കാര്യങ്ങളൊക്കെ സാധിക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ എൻ്റെ അമ്മ ഇപ്പം ഒരു അമ്മയെന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്കൊരു ഡ്രസ്സ് ഇടാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും നമ്മൾ അവിടെ ചിന്തിക്കുന്ന എന്തിനാണ്? സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ പ്രത്യേകിച്ച്, ഞാൻ പണമുള്ളവരെ കാര്യമല്ല കേട്ടോ പറയുന്നത്, പണമില്ലാത്ത പാവപ്പെട്ട വീട്ടിൽ എന്താ പറയുക ജനിച്ച് വളർന്ന കുട്ടികളെയും അമ്മമാരെയും കുറിച്ചാണ് ഞാൻ പറയുന്നത്. അതായത് ഇപ്പം ഞാനായാൽ പോലും ഒരു ഡ്രസ്സ് ധരിക്കാനോ അല്ലെങ്കിൽ ഒരു ആഹാരം കഴിക്കാനോ നമുക്ക് ആഗ്രഹം വരുന്ന സമയത്ത് നമ്മളെ മക്കൾക്ക് 100 പഠിക്കാൻ 100 ആവശ്യങ്ങൾ കാണും. ആ സമയത്ത് നമ്മൾ അമ്മമാരായ നമ്മൾ എന്താണ് ചിന്തിക്കുന്നത്? അയ്യോ, ഞാൻ ഈ ഡ്രസ്സ് മേടിച്ചാൽ ശരിയാവത്തില്ല, അല്ലെങ്കിൽ ഞാൻ ഈ ആഹാരം കഴിച്ചാൽ ശരിയാവത്തില്ല, ഈ പൈസയും കൂടി മറ്റേ നമുക്ക് അതിനകത്തോട്ട് ഇട്ടിട്ട് നമ്മളെ മക്കളെ ആവശ്യങ്ങൾ സാധിച്ചു കൊടുക്കാം എന്നും പറഞ്ഞ് ഓരോ പെറ്റമ്മമാരും ആ മക്കൾക്ക് വേണ്ടി എന്തൊക്കെ ത്യാഗങ്ങളാണ് സഹിക്കുന്നത്. പിന്നെ അച്ഛന്മാരാണെങ്കിലും എന്താ പറയുക, രാവിലെ തൊട്ട് വൈകുന്നേരം വരെ വെയിലും കരയും എല്ലാം കൊണ്ട് ഈ കിടന്ന് കഷ്ടപ്പെട്ടിട്ടല്ലേ ഈ മക്കളെ വളർത്തുന്നത്. ഞങ്ങളെയൊക്കെ കുഞ്ഞുനാൾ എന്ന് പറയുന്നത്, ഞങ്ങളെയൊക്കെ കുട്ടിക്കാലം എന്ന് പറഞ്ഞാൽ ഞങ്ങളെയൊക്കെ അമ്മമാർ കഷ്ടപ്പെട്ട് എൻ്റെ അമ്മയൊക്കെ പറഞ്ഞാൽ കയറ് പിരിക്കാൻ പോയിരുന്ന ആൾക്കാരാണ് കേട്ടോ. രാവിലെ 6 മണിയാകുമ്പോൾ കയറ് പിരിക്കാൻ പോകും, എന്തെങ്കിലും ഉള്ള ആഹാരം കഴിക്കുക, നമ്മൾ സ്കൂളിൽ പോവുക, സ്കൂളിൽ നിന്ന് അന്ന് കഞ്ഞിയും പയറും ഒക്കെയാണ് കിട്ടുന്നത്, അത് മേടിച്ച് കഴിക്കുക. നമ്മൾ കുരുത്തക്കേട്, നമ്മൾ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ നമ്മൾ അച്ഛനും അമ്മയും നമ്മളെ ശിക്ഷിക്കാറുണ്ട്. അതേണ്ട ഇപ്പൊ കല്യാണം കഴിഞ്ഞ് എനിക്ക് 2 മക്കളായി, എനിക്ക് വലിയ മക്കളുണ്ട്, 6ലും 7ലും പഠിക്കുന്ന കുട്ടികളുണ്ട്. എന്നിട്ട് പോലും ഞാൻ എന്തെങ്കിലും തെറ്റ് കണ്ടാൽ നമ്മളെ അമ്മമാർ നമ്മളെ പറഞ്ഞു തിരുത്തും. അത് ശരിയല്ല അല്ലേ? അത് ശരിയല്ല. ഇപ്പൊ ഞാൻ ഒരു കാര്യം പറയും, ഇപ്പോഴും നമ്മളെ അമ്മമാർക്ക് നമ്മളെ അടിക്കാനുള്ള അവകാശമുണ്ട്. എന്ന് വെച്ചിട്ട് ഞാൻ മറ്റുള്ള ക്രൂരമായ രീതിയിലുള്ള മർദ്ദനങ്ങളല്ല കേട്ടോ പറയുന്നത്. ഒരമ്മയും അച്ഛനും തെറ്റ് കാണുമ്പോൾ അവരെ ശിക്ഷിക്കുന്ന കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. അതായത് 18 വയസ്സായി കഴിഞ്ഞാൽ, ആ കുട്ടി പറയുന്നുണ്ട് 18 വയസ്സ്, ഞങ്ങൾക്ക് 18 വയസ്സായി, അവർ പറയുന്ന കണക്കല്ല. 18 വയസ്സായാലും ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ മക്കളെ, നിങ്ങളോട് ചോദിക്കാനുള്ളതാണ്. 18 വയസ്സായി കഴിഞ്ഞാൽ ഈ അച്ഛനും അമ്മയ്ക്കും നിങ്ങളെ ഒന്ന് കുറ്റം പറയാനോ അല്ലെങ്കിൽ ഒന്ന് എന്തെങ്കിലും എന്താ പറയുക കുറ്റം കാണുമ്പോൾ നിങ്ങളെ ശിക്ഷിക്കാൻ അധികാരമില്ലേ, അവകാശമില്ലേ? അങ്ങനെയാണോ ഈ തലമുറ പൊയ്ക്കൊണ്ടിരിക്കുന്നത്? എനിക്കറിയത്തില്ല ഈ തലമുറ എങ്ങോട്ടാണ് പോണതെന്ന്. ഒരു മുടി എന്താ പറയുക മുടി സ്ട്രൈറ്റ് ചെയ്യാൻ വേണ്ടി പിന്നെ മുംബൈ പോയാക്കുന്ന പിന്നെ മോഡേണായി നടക്കാൻ വേണ്ടി. ഇപ്പം ഞാനതുകൊണ്ട് പറയല്ലേ, ഇതിലൊക്കെ എന്തൊക്കെയോ ഉണ്ട് കേട്ടോ. ആ കുട്ടിയെ ഇത്രയും 10,000 രൂപ കൊടുക്കുന്നു, അവരെ ഭക്ഷണം, അവരെ കാര്യങ്ങൾ, ഇതിനൊക്കെ ഈ കുട്ടികൾക്ക് എവിടെ നിന്നാണ് പൈസ അല്ലേ? അപ്പം നമ്മൾ കൂടുതലും നമ്മളെ വീട്ടിലുള്ള പേരൻസ് തന്നെ മക്കളെ ശ്രദ്ധിക്കണം കേട്ടോ. നമ്മളെ മക്കൾ അമിതമായിട്ട് ഈ ഫോൺ ഉപയോഗവും, ഈ നമ്മളെ കൊറോണ വരുന്നതിന് മുമ്പേ ഇങ്ങനെ കുറേ വിഷയങ്ങളൊന്നും ഇല്ലായിരുന്നു നമുക്ക്. ഈ കൊറോണ വന്ന സ്റ്റേജിൽ ഒരുപാട് ഫോണുകൾ കുട്ടികൾക്ക് ഓൺലൈൻ ക്ലാസ്സും അതും ഇതെന്നൊക്കെ പറഞ്ഞിട്ട് കൊടുത്തു. പിന്നെയാണ് കേട്ടോ നമ്മളെ ഈ ലോകം ഇങ്ങനെ ചീത്തയായിക്കൊണ്ടിരിക്കുന്നത്. കാരണം കുട്ടികൾ ഇൻസ്റ്റ, ഫേസ്ബുക്ക് അത് ഇതൊക്കെ യൂസ് ചെയ്യുക, അതിലൂടെയൊക്കെ ഓരോരുത്തരെ പരിചയപ്പെടുക, എന്താ പറയുക. ഇപ്പം നമ്മളെ ലോകം പോണ പോക്കൊരു വല്ലാത്ത പോക്കാണ് കേട്ടോ. ഇപ്പൊ ഈ പഴയ കാലം കണക്കല്ല കേട്ടോ. ഇപ്പൊ നമുക്ക് നമ്മളെ മക്കളെ ഒന്ന് വഴക്ക് പറയണമെങ്കിലോ ഒരു കുറ്റം കണ്ടു കഴിഞ്ഞാൽ ഒരു കുഞ്ഞ് കമ്പെടുത്തൊരു അടി കൊടുക്കണമെങ്കിൽ പോലും അച്ഛനമ്മമാർക്ക് പേടിയാണ്. മക്കൾ കൊണ്ടുവന്ന് കേസ് കൊടുക്കൂ, മക്കൾ അങ്ങനെ ചെയ്യോ ഇങ്ങനെ ചെയ്യോ, ഈ കുറേ നിയമം, ഞാൻ ഒരിക്കലും നിയമത്തിന് എതിരായിട്ടല്ല കേട്ടോ പറയുന്നത്. ഇങ്ങനെ കുറേ കാര്യങ്ങളുള്ളതുകൊണ്ട് അതിനേക്ക് കുട്ടികളെല്ലാം വഴിതെറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ തന്നെ ഈ വിഷയം അത്രയും മണിക്കൂർ ഈ കുട്ടികളെ കാണാതിരുന്ന
ഞങ്ങളൊക്കെ ന്യൂസിൽ കണ്ടുകൊണ്ടിരുന്ന കാര്യമാണ് കേട്ടോ. അപ്പം എൻ്റെ മക്കളൊക്കെ വന്നിട്ട് ചോദിച്ചു, അമ്മ ആ ചേച്ചിമാരെ കണ്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഇത്രയും മണിക്കൂർ മുൾമുനയിൽ നിർത്തിയിരുന്നു ആ അച്ഛനെയും അമ്മേനെയും വീട്ടുകാർ ആ അമ്മയും ആ അച്ഛനും എന്തോരം വിഷമങ്ങൾ സഹിച്ചു കാണും. എന്നിട്ട് ആ അച്ഛനും അമ്മയും അവർ പറയുന്നത് എന്താണ്, മക്കളെ തിരിച്ച് കിട്ടി, പോലീസുകാർ തിരിച്ചു കൊണ്ടുവന്നു, സമാധാനമാണ് ഞങ്ങൾക്ക് ഞങ്ങളെ മക്കളെ കിട്ടിയാൽ മതി അല്ലേ. അപ്പോഴും ആ ഒരു അച്ഛൻ്റെ അമ്മയുടെ ആ ഒരു സ്നേഹമാണ് മക്കളെ നിങ്ങൾ തിരിച്ചറിയാത്തത്. ഇപ്പം ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തുകൊണ്ടൊന്നും ഇതൊന്നും ഈ ലോകമൊന്നും നന്നാവാൻ പോണില്ല. എന്നാലും ഞാൻ എൻ്റെ ഒരു അഭിപ്രായം ഞാൻ എൻ്റെ വീഡിയോയിൽ പറയുന്നതാണ് കേട്ടോ. മക്കളെ ഇപ്പം ഈ കുട്ടികളെന്നല്ല, എൻ്റെ വീഡിയോ കാണുന്ന ഏത് മക്കളാണെങ്കിലും നിങ്ങൾ തിരിച്ചറിയാം, നമ്മളെ അച്ഛനും അമ്മയ്ക്കും ഉള്ള വരുമാനം എത്രയാണ്. നമ്മൾ സാധാരണ വീട്ടിലുള്ളവരാണെങ്കിൽ നമ്മൾ കൊക്കിലൊതുങ്ങുന്ന കൊത്തുക, നമ്മൾക്ക് നമ്മളെ അച്ഛനും അമ്മയും നമുക്ക് എന്താ പറയുക, അവർ നമ്മളെ നോക്കുന്നുണ്ട്. അപ്പം അവരെ സ്നേഹിച്ച് നിങ്ങൾ നല്ല കുട്ടികളായിട്ട് മുമ്പോട്ട് പോകാൻ നോക്കുക. അല്ലാതെ എല്ലാ പിടിവാശികളും, പിന്നെ തുടക്കം തന്നെ നമ്മൾ എല്ലാ പിടിവാശികളും ഇങ്ങനെ സാധിച്ചു കൊടുക്കും തോറും പിന്നെ അവർക്ക് പിന്നെ വലിയ വലിയ ഇതിലോട്ട് പോകും ചിന്തകൾ. അപ്പം അതൊന്നും നമുക്ക് പേരൻസിന്, സാധാരണ കുടുംബത്തിലൊക്കെ അന്നന്ന് വരുമാനത്തിലൊക്കെ ജീവിക്കുന്ന നമ്മളെ പോലുള്ളവർക്കൊന്നും അതൊന്നും സാധിച്ചു കൊടുക്കാൻ പറ്റാത്ത അവസ്ഥകൾ വരും. അപ്പോഴാണ് ഇങ്ങനെ ഒരുപാട് ദുഃഖങ്ങൾ ഉണ്ടാവുന്നത്. എനിക്കൊന്നേ പറയാനുള്ളൂ മക്കളെ, നിങ്ങൾ എല്ലാ കുഞ്ഞുങ്ങളോടുമാണ് ഞാൻ പറയുന്നത്, അച്ഛനമ്മമാർ എത്രത്തോളം നിങ്ങൾക്ക് വേണ്ടി ഉറക്കമില്ലാതെ എത്രത്തോളം കഷ്ടപ്പെട്ടാണ് നിങ്ങളെ വളർത്തുന്നത്. ഒരമ്മ ഒരു കുട്ടീനെ ഗർഭം ധരിക്കുമ്പോൾ ആ 9 മാസവും 9 ദിവസവും ആ അമ്മ എന്തെല്ലാം അസുഖങ്ങളും അസ്വസ്ഥതകളും ഒരു സ്ത്രീയായ എല്ലാവർക്കും അറിയാമല്ലേ, അത് എന്തൊക്കെ അനുഭവിച്ചാണ് ഈ കുട്ടീനെ ജന്മം നൽകുന്നത്. അതിനുശേഷം ആ അച്ഛൻ എത്രയോ രാത്രികളിൽ ഉറക്കമൊഴിഞ്ഞ് കുട്ടീനെ നോക്കിയിട്ടാണ് അവർ ജോലിക്ക് പോണത്. അങ്ങനെയൊക്കെ ഇപ്പം എന്നെയൊക്കെ സംബന്ധിച്ചിടത്തോളം എൻ്റെ മക്കൾ കുഞ്ഞായിരുന്നപ്പോഴത്തേ ഒരു 1.25 വയസ്സിൻ്റെ ഇളമേ ഉള്ളൂ കേട്ടോ, 2 മക്കളും. എൻ്റെ ഹസ്ബൻഡൊക്കെ എന്ന് പറഞ്ഞാൽ രാത്രിയൊക്കെ ഉറക്കം ഒഴിയും, ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടെ കുട്ടികളെ നോക്കും, പിന്നെ ആ ജോലിക്ക് പോകും. അപ്പം എന്തോരം ഒരു അമ്മയും അച്ഛൻ്റെയും ത്യാഗങ്ങൾ, അവരെത്ര ത്യാഗം സഹിച്ചാൽ മക്കളെ നിങ്ങളെയൊക്കെ വളർത്തുന്നത്. ഈ ലോകം എങ്ങോട്ടാണ് പോകണം. അതുകൊണ്ട് മക്കളെ നിങ്ങളൊക്കെ കുറേ നല്ല ചിന്താഗതിയിലോട്ട് പോവുക, നല്ലതാവുക. ഒരു മക്കൾ പഠിക്കുമ്പോൾ പഠിപ്പിച്ച് ഒരു ജോലി മേടിക്കണം, നമുക്ക് കിട്ടാത്ത കാര്യങ്ങളൊക്കെ നമ്മളെ മക്കൾക്ക് കിട്ടണം എന്നാണ് ഓരോ അമ്മമാരും. ഇപ്പം ഞാൻ തന്നെ 10ാം ക്ലാസ് വരെ പഠിച്ചു. ഞാൻ എപ്പോഴും ഞങ്ങൾ എപ്പോഴും ഞങ്ങളെ മക്കളോട് പറയാറുള്ള ഒരു കാര്യമുള്ളൂ, ഞങ്ങൾക്ക് എന്താ പറയുക, ഭയങ്കര രീതിയിൽ പഠിക്കാൻ പറ്റിയിട്ടില്ല, നിങ്ങൾ നല്ലോണം പഠിക്കണം മക്കളെ, നല്ലൊരു ജോലി മേടിക്കണം. അച്ഛനും അമ്മയ്ക്കും അതൊക്കെ കാണാനാണ് ആഗ്രഹം. കാരണം നമ്മളെ പ്രതീക്ഷയെന്ന് പറയുന്നതേ നമ്മളെ മക്കളാണ്. അപ്പം ഈ മക്കൾ എന്ത് വേണം അതൊക്കെ ഒന്ന് മനസ്സിലാക്കണം. ഓരോ അച്ഛനമ്മമാർ അച്ഛന്മാർ എന്തോരം ത്യാഗങ്ങൾ സഹിച്ചാണ് എത്രയോ അച്ഛന്മാർ ആ കൂലിവേല ചെയ്ത മക്കളെ നിങ്ങളെയൊക്കെ വളർത്തുന്നത്. അതേപോലെ അമ്മമാരായാലും എത്രയോ അമ്മമാർ അച്ഛൻ പോലും ഇല്ലാതെ അമ്മമാർ വീട്ടിൽ ജോലി ചെയ്ത് മക്കളെ വളർത്തുന്നു. പക്ഷെ ഈ മക്കളൊന്നും ഇതൊന്നും മനസ്സിലാക്കുന്നില്ല. അവർ സ്കൂളിൽ പോകുന്നു, അവർ നോക്കുന്നത് എന്താണ്, ഇപ്പം പഠിക്കുന്നിടത്ത് ഒരു ക്യാഷ് ഉള്ള വീട്ടിലെ കുട്ടിയാണെങ്കിൽ ആ കുട്ടി എങ്ങനെ നടക്കുന്നു അതേ കണക്കാണ് എനിക്ക് നടക്കേണ്ടത്. അപ്പോൾ വീട്ടിൽ വന്ന് പിടിവാശി പിടിക്കുക, ഓരോ വാശികൾ കാണിക്കുക, എന്താ പറയുക, മൊത്തത്തിൽ ഇങ്ങനെ തന്നെയാണ് മക്കൾ. അങ്ങനെ അല്ല ആവേണ്ടത്. നമ്മളെ മുമ്പിൽ ഒരാൾ ക്യാഷ് ഉള്ളൊരു കുട്ടി നല്ല രീതിയിൽ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചിന്തിക്കണം, എൻ്റെ അച്ഛനും അമ്മയ്ക്കും അതൊന്നും മേടിച്ച് തരാനുള്ള ഇതില്ല, ഞങ്ങൾ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന കുടുംബമാണ്, അപ്പം ഞങ്ങൾ വേണം അതിനൊത്ത് ഞങ്ങൾ പഠിച്ച് നല്ല രീതിയിൽ പഠിച്ച് ജോലിയൊക്കെ മേടിച്ച് സ്വന്തം കാലിൽ നിന്ന് അച്ഛനെ അമ്മേനെ ഞങ്ങളാണ് നോക്കേണ്ടത് എന്നുള്ള ചിന്തയാണ് മക്കൾക്ക് വരേണ്ടത്. പിന്നെ ഞാനിപ്പോൾ എൻ്റെ ഒരു അഭിപ്രായമാട്ടോ പറയാൻ വന്നത്, ഈ കുട്ടികളെന്നല്ല എല്ലാ കുട്ടികളായാലും അതൊക്കെ അറിഞ്ഞ് വളരണം. എപ്പോഴും അച്ഛനമ്മമാരെ കഷ്ടപ്പാടുകൾ അറിഞ്ഞ് തന്നെയാണ് മക്കൾ വളരേണ്ടത്. ഞാനൊക്കെ ആണെങ്കിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇവിടെ എൻ്റെ ഹസ്ബൻഡ് എന്ന് പറഞ്ഞാൽ സാധാരണ ജോലിക്ക് പോകുന്ന ഒരാളാണ്. എനിക്കും പ്രത്യേകിച്ച് വരുമാനമൊന്നുമില്ല. ഞാനൊക്കെ എൻ്റെ മക്കളോട് ഉള്ളതും ഇല്ലാതെയും അറിഞ്ഞു തന്നെയാണ് കേട്ടോ വളർത്തുന്നത്. ഞാൻ അറിഞ്ഞു തന്നെ ഞാൻ പറയും, ഇന്ന കണക്കാണ് മക്കളെ, ഇന്നതിന് എൻ്റെ കയ്യിലില്ല. അങ്ങനെ തന്നെ നമ്മൾ മക്കളെ വളർത്തണം. അല്ലാതെ എല്ലാ സൗഭാഗ്യങ്ങളും എല്ലാം അവരെ കയ്യിൽ കൊണ്ടുവന്ന് വെച്ച് കൊടുത്തിട്ട് ലാസ്റ്റ് നമുക്കില്ലാതെ വരുമ്പോഴത്തേക്ക് ഈ മക്കൾ അതിനോട് അഡ്ജസ്റ്റ് ചെയ്യത്തില്ല. അങ്ങനെയാണ് കേട്ടോ. പിന്നെ ഇപ്പോഴത്തെ തലമുറയുടെ പോക്ക് എങ്ങോട്ടാണെന്നൊന്നും എനിക്കറിയത്തില്ല. അമ്മമാർക്കും അച്ഛന്മാർക്കും കുട്ടികളെ വഴക്ക് പറയാനുള്ള സ്വാതന്ത്ര്യമില്ല. നമുക്ക് ഒരു അടിക്കാൻ പാടില്ല, നമുക്കൊന്നും ചെയ്യാൻ പാടില്ല. അവരപ്പോഴേ പ്രതികരിക്കുക, കേസ് കൂടി. എനിക്കറിയത്തില്ല. എന്തായാലും ആ കുട്ടികൾ അതുകൊണ്ട് ഒരു ലക്കി കണ്ടു കിട്ടിയല്ലോ, അതിലൊരു സമാധാനം. ഞാനിത് വന്നിട്ട് ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. വലിയ രീതിയിൽ വിശദീകരിച്ച് പറയാനൊന്നും എനിക്കറിയത്തില്ല. ഞാനൊരു അമ്മയാണ്, അതിനനുസരിച്ച് ഞാൻ എൻ്റെ കുടുംബത്തിലെ രീതി അനുസരിച്ച് ഞാനങ്ങ് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. ഇപ്പോഴത്തെ മക്കളെ പോക്കും വളർന്ന രീതിയൊന്നും ശരിയല്ല. കൂടുതൽ ഈ ഫോൺ ഉപയോഗം അതും ഇതും വന്നതിന് ശേഷമാണ് ഈ ഇൻസ്റ്റ വഴി ഓരോരുത്തരെ പരിചയപ്പെടുക,
കൊച്ചു കൊച്ചു കുട്ടികളൊക്കെയാണ് കേട്ടോ. ഞങ്ങളിവിടെ തന്നെ ഒരുപാട് കേസുകളുണ്ട് കേട്ടോ. എനിക്ക് അത്രയും അറിയപ്പെടുന്ന വേണ്ടപ്പെട്ട ഒരു ഇത് തന്നെ ഞാൻ ഇതിന് മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്. ഇൻസ്റ്റ വഴി പരിചയപ്പെട്ട് ഇല്ലാത്ത പ്രശ്നങ്ങൾ അത്രയും ഉണ്ടായത്. അപ്പോൾ വീഡിയോ കോള് അങ്ങനെ ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ അത് ഞാൻ ഇതിന് മുമ്പ് ഒരു വട്ടം ഞാൻ എൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഇതെനിക്ക് ഒരു അനുഭവം ഉണ്ടായത് ഞങ്ങളിവിടെ ഉള്ളൊരിടത്ത് തന്നെയാണ് കേട്ടോ. അതുകൊണ്ട് അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ മക്കൾ ഫോൺ ഉപയോഗിക്കുക. ഇപ്പം 10ാം ക്ലാസ്സിന് പഠിക്കുന്ന കുട്ടികൾ, 10ൽ പഠിക്കുന്ന കൊച്ചുങ്ങൾക്ക് വരെ ഫോണുണ്ട് സ്വന്തമായിട്ട്. നമ്മളെയൊക്കെ കുട്ടിക്കാലം എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ കഷ്ടപ്പെട്ട് വളരുന്ന നമ്മളൊക്കെ ഫോൺ കാണുന്നത് തന്നെ എന്താ പറയുക, കല്യാണം ആ സമയമൊക്കെ ആവാറുമ്പോഴാണ് ഫോൺ പോലും നമ്മളൊക്കെ യൂസ് ചെയ്യാൻ തുടങ്ങുന്നത്. പക്ഷെ ഇപ്പോഴത്തെ തലമുറയെന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ രീതികളെ മാറിപ്പോയി. ഇപ്പോഴത്തെ രീതി അനുസരിച്ച് മക്കളൊക്കെ നമ്മളെ കൈക്കൊന്നും നിൽക്കുന്നില്ല. മക്കളൊന്നും അമ്മമാർക്കും അച്ഛമ്മ ആ കുട്ടി പറയുന്നുണ്ട് ഇപ്പോൾ അവർ ഇത് കണക്കൊക്കെ കേൾക്കും, പക്ഷേ കുറച്ച് ദിവസം കഴിയുമ്പോൾ അവരെ രീതികൾ മൊത്തം മാറുമെന്ന്. എന്തിനാണ് കുട്ടി അങ്ങനെ പറയുന്നത്? നിങ്ങളെ കാണാതിരുന്നപ്പോൾ എന്തുമാത്രം വേദന അവരനുഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അച്ഛനമ്മമാരെ വിഷമങ്ങളും ദുഃഖങ്ങളും ഒക്കെ അറിഞ്ഞ് വളരാൻ നോക്കൂ. നല്ല മക്കളായിട്ട് എല്ലാവരും വളരാൻ നോക്കൂ. എനിക്ക് ഇത്രയൊക്കെ പറയാനുള്ളൂ കേട്ടോ. പ്രത്യേകിച്ച് എനിക്ക് ഇതിനകത്തൊന്നും പറയാനൊന്നുമില്ല. പക്ഷെ ആ കുട്ടികളെ കാണാതെ വന്നപ്പോൾ ഒരുപാട് വിഷമങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ കണ്ടു കിട്ടി അതിലെനിക്ക് ഒരുപാട് ആശ്വാസമുണ്ട്. പിന്നെ ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ കേട്ടുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ ശരി, അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. എൻ്റെ ചാനൽ സബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് കയറിയിട്ട് എൻ്റെ ചാനൽ സബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങളെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. ശരി, ടാറ്റാ.